ഹലോ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ പാളിപ്പോയ ട്രേഡ് എന്ന് പറയുന്നില്ല. ഓരോ ദിവസവും നമുക്ക് ഓരോരോ പുതിയ ലേണിംഗ് ആണ്. ഞാനിന്ന് കോൾ ഓപ്ഷൻ ആയിരുന്നു എൻ്റെ കണക്കൂട്ടൽ. പക്ഷെ എൻ്റെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ ഒന്നുകൂടെ നോക്കിയപ്പോൾ കോൾ പോവാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കോൾ എടുത്തത്. 24/100 കോളാണ് എടുത്തത്. അത് ആക്ച്വലി ഇപ്പോൾ 56% ആണ് ലോസ്. നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ നോക്കുമ്പോൾ 5760 രൂപ ലോസാണ്. പക്ഷെ അത് ചിലർക്ക് ചെറിയ ലോസാണെന്ന് തോന്നുന്നു. പക്ഷേ പെർസെൻറ്റേജ് നോക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഇതിന് ഇപ്പോൾ ഒരു 50,000 രൂപ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ കാലത്തെടുത്ത ട്രേഡാണ് 9:15. ഇപ്പോൾ സമയം 12:38. അപ്പോഴേക്കും എൻ്റെ ഇപ്പോൾ 50,000 രൂപ ഇപ്പോൾ 25,000 രൂപയോളം ലോസ് വന്നേനെ. അതിൻ്റെ മുകളിൽ ലോസ് പോയേനെ. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ ഞാൻ ആക്ച്വലി എൻ്റെ ഒരു വ്യൂ കോളായിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് പോയി. ഞാൻ പിന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വിചാരിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് പോകാനും 100% ചാൻസ് ഉണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ലാത്ത പൈസ ഇടുക. പക്ഷേ ഇത് ഇത്തിരി കൂടി പോയി എന്ന് എനിക്ക് തോന്നി. കാരണം ഞാൻ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഇപ്പോൾ ലോസ് 7,000 റൺ ചെയ്യുകയാണ്. ഞാൻ എന്തായാലും പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നില്ല. 3:30 വരെ നോക്കിയിട്ട് അതിന് മുന്നേ അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യില്ല. എത്ര ലോസ് ആയാലും ഞാൻ ഇന്ന് തന്നെ അത് ഒഴിവാക്കും. അങ്ങനെയാണ് പ്ലാൻ. പിന്നെ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു കോൾ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഓൾമോസ്റ്റ് 16% ലോസ് ക്യാപിറ്റലിൻ്റെ. ഇന്നിപ്പോൾ എന്താണെന്നറിയില്ല. ചിലപ്പോൾ നാളത്തെ കഴിഞ്ഞോ മാർക്കറ്റ് ഞാൻ വിചാരിച്ച ആ ലെവലിലോട്ട് പോവായിരിക്കും. പക്ഷേ ചിലപ്പോൾ ഇനി ഉച്ചയായിട്ട് തന്നെ നല്ലൊരു അപ്സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ ലോസ് കുറച്ച് കുറഞ്ഞു കഴിഞ്ഞാലും എന്തായാലും ഞാൻ ഇന്ന് തന്നെ കൊടുക്കും. പക്ഷേ എന്തോ ഒരു പ്രത്യേക ടൈപ്പുള്ള രീതിയിലാണ് മാർക്കറ്റ് പോകുന്നത്. എനിക്കിങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതെന്താ ചെയ്യാമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് യാതൊരു ഐഡിയ കിട്ടുന്നുണ്ടായില്ല. പിന്നെയാണ് ഞാൻ പിന്നെ നോക്കിയപ്പോൾ ഒരു കോളിൻ്റെ ഒരു വ്യൂ കണ്ടപ്പോഴാണ് കോൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കോൾ എടുത്തത്. എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഞാൻ 16 ജാനുവരിയിലാണ് എടുത്തേക്കുന്നത്. അത് 55% ഇവിടെ ലോസ് വന്നേക്കുന്നത്. ഇതിപ്പോൾ ഓപ്ഷൻ നിങ്ങൾക്കിപ്പോൾ നോക്കിക്കറിയാം. ജാനുവരി 9 പുട്ട് ഓപ്ഷനാണെന്ന് വിചാരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളത്തെ എക്സ്പയറി 24/100 ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം 81% ആണ് ലോസ് വന്നേക്കുന്നത്. അപ്പോൾ അടുത്ത ആഴ്ച വന്നേക്കുന്നത് 50%, ഈ ആഴ്ച വന്നേക്കുന്നത് 81%. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം അറിയാം. ഒക്കെ 60, 70, 80% ആണ് ലോസ് മീൻസ് ഡൗൺ ആയേക്കുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷണലായിട്ടുള്ള വ്യൂ ആണെങ്കിൽ നിങ്ങളെന്തായാലും ജാനുവരി അടുത്ത 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള പ്രീമിയം ഒക്കെ എടുക്കുന്നതാണ് സേഫ്. ഇനിയിപ്പോൾ ഞാൻ ജാനുവരിയിൽ കാണിക്കാം. ഞാൻ ശരിക്കും ജാനുവരി കഴിഞ്ഞിട്ടുള്ളതായിരുന്നു എടുക്കേണ്ടത്. പക്ഷേ ഇന്നിപ്പോൾ പലപ്പോഴും നമുക്ക് ചില കൺഫ്യൂഷൻസ് വരും, സ്വാഭാവികം. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒന്നും നമ്മൾ കറക്റ്റായിട്ട് ഓരോ ദിവസവും ലേണിംഗ് ആണ് നമ്മുടെ. അപ്പോൾ ജാനുവരി 26, 24/100 പുട്ട് ഓപ്ഷൻ 61% ആണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം 23,550, 23,750 ഒക്കെ 47%, 50% ആണ് ലോസ് ഡൗൺ ആയേക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള 23 ജാനുവരിയിലെ പ്രീമിയത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം നമുക്ക്. അത് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം 40%, 35% ഒക്കെയാണ് ഡൗൺ ഉള്ളൂ, 39%. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാനും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാക്സിമം നമുക്ക് ചെറിയൊരു കൺഫ്യൂഷനുള്ള വ്യൂ ആണെന്നുണ്ടെങ്കിൽ ഒരു 2 ആഴ്ച അപ്പുറമുള്ള പ്രീമിയം എടുക്കുക. അപ്പോൾ നമ്മുടെ മാക്സിമം ലോസ് ഇവിടെ നോക്കിക്കറിയാം. ഇവിടെ 33% ഒക്കെ ഉള്ളൂ. മറ്റേ ജാനുവരി 16 ഓൾമോസ്റ്റ് 50%, ജാനുവരി 9 പ്രീമിയം ഓൾമോസ്റ്റ് 80% ആണ് വന്നേക്കുന്നത്. അപ്പോൾ കൺഫ്യൂഷനുള്ള ടൈമിൽ ഇടയ്ക്ക് മാത്രം നിങ്ങൾ ട്രേഡ് എടുക്കണം എന്നുണ്ടെങ്കിൽ മാത്രം ഇത്തിരി ലോങ് ആയിട്ടുള്ളത് എടുത്തിട്ട് ഹോൾഡ് ചെയ്യുക. അത് നിസാറിലോട്ട് ഹോൾഡ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ എൻ്റെ ഇന്നത്തെ ഓരോ ട്രേഡിൻ്റെ ഓരോ കാര്യങ്ങളും. അപ്പോൾ എന്തായാലും നമ്മുടെ ലോസ് ഇപ്പോൾ എത്ര, സ്റ്റിൽ 6,946 റുപ്പീസ് ലോസ് ഉണ്ട്. ബാങ്ക് നിഫ്റ്റി 16%, നിഫ്റ്റി 56% ആണ് ലോസ്.
അപ്പോൾ 23,500 പോയിട്ടുണ്ട്. ഇപ്പോൾ നിഫ്റ്റി ഞാൻ എടുത്തത് 23,700 റേഞ്ചിലാണ് ഞാൻ കോൾ ഓപ്ഷൻ എടുത്തത്. ഒരു 400 പോയിൻറ്റ്സ് നല്ല എൻ്റെ ഉള്ളിൽ കൺഫ്യൂഷൻ ഉണ്ടായി. പക്ഷേ എന്തോ നമുക്ക് അത് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞ പോലെ ഓരോ ദിവസം ഓരോരോ പുതിയ ലേണിംഗ് ആണ്. അപ്പോൾ എന്തായാലും ഇത്ര കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ സമയം 12:43 ആയിട്ടുള്ളൂ. ഞാൻ എന്തായാലും എക്സിറ്റ് ആകുമ്പോൾ ഞാൻ എന്തായാലും വീഡിയോ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഞാൻ എക്സിറ്റ് ആകുമ്പോൾ എങ്ങനെയാവും നോക്കാം. ഐ ഗെസ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പൊസിഷനൊക്കെ എന്തായാലും നോക്കാം. ഞാൻ ആക്ച്വലി ഒരു 3:30 വരെ അല്ലെങ്കിൽ 3 മണി വരെയൊക്കെ പൊസിഷൻ ഹോൾഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ നമുക്ക് കണ്ടു 7,200 റുപ്പീസ് വരെ ലോസ് പോയതാണ്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച പോലെ മാർക്കറ്റ് അപ്സൈഡ് കിട്ടി. 23,705 ഇപ്പോൾ നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നമ്മുടെ പൊസിഷൻസ് എങ്ങനെയായിരുന്നു നോക്കാം. ഞാൻ എന്തായാലും അത് പൊസിഷൻ എക്സിറ്റ് ആയിട്ടുണ്ട്. 2,138.25 പൈസയാണ് നമ്മുടെ ഇന്ന് നഷ്ടം വന്നേക്കുന്നത്. അത് നഷ്ടം ആവില്ലായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 2:45 3 മണി വരെ മിനിമം ഹോൾഡ് ചെയ്യാമെന്ന് വെച്ചിട്ടായിരുന്നു. പക്ഷേ 7,000 രൂപയിൽ നിന്ന് പെട്ടെന്ന് ഒരു 5,000 രൂപ റിക്കവർ ആയപ്പോൾ ഞാൻ കൊടുത്ത് ഒഴിവാക്കി. അതിൻ്റെ LTP ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഞാൻ ബൈ ചെയ്ത് 68.55 സെല്ല് ചെയ്ത് 56.10 അതിൽ ലോ പോയത് 30 ആണ്. ഓൾമോസ്റ്റ് 50% ഒക്കെ ലോസ് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. ഇപ്പോൾ അത് LTP 66. പിന്നെ ബാങ്ക് നിഫ്റ്റിയുടെ ബൈ ചെയ്ത് 462 സെല്ല് ചെയ്ത് 444 LTP 511 റേഞ്ചിലാണ്. അപ്പോൾ ഇന്നത്തെ ട്രേഡ് ആക്ച്വലി നമുക്ക് പ്രോഫിറ്റബിൾ ആയതിനെ ഇന്ന് നല്ല പ്രോഫിറ്റബിളായിട്ട് ഇറങ്ങാൻ പറ്റുമായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ വ്യൂ കോൾ എടുക്കാൻ തന്നെയായിരുന്നു എൻ്റെ വ്യൂ. അത് ഞാൻ മര്യാദയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്തായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഹോൾഡ് ചെയ്തായിരുന്നെങ്കിൽ പ്രോഫിറ്റിൽ പോകുന്ന ട്രേഡായിരുന്നു. പക്ഷെ അതിൽ നമുക്കങ്ങനെ നമ്മളത് വിചാരിക്കുന്നൊന്നുമില്ല. കാരണം എന്തായാലും നമുക്ക് നേരത്തെ എന്തായാലും 7,000 രൂപയിൽ നമ്മൾ എക്സിറ്റ് ആവാണ്ടിരുന്നത് ഭാഗ്യം. കാരണം റിക്കവർ റിക്കവർ വന്നില്ല എങ്കിൽ തന്നെ ഒരു 3 മണി ഉച്ച കഴിഞ്ഞിട്ട് വരെ ഹോൾഡ് ചെയ്യാമെന്ന് വെച്ചിട്ടായിരുന്നു ഞാൻ ഇരുന്നത്. അപ്പോൾ കൂടുതൽ പറഞ്ഞിട്ട് ഞാൻ വൈകിപ്പിക്കുന്നില്ല. അപ്പോൾ വേറൊരു ട്രേഡായിട്ട് ഞാൻ പിന്നെ വരുന്നതായിരിക്കും. അതൊരിക്കലും എല്ലാവർക്കും ബൈ ബൈ, ഹാപ്പി ട്രേഡിങ്.